ശ്രീകുമാർ, ഈ സമ്മേളന കാലയളവിനെ ഇപ്പോൾ പ്രത്യേകമായി വിലയിരുത്തുന്നത്, ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള സമ്മേളനം, ഇനി ഒരു വർഷം മാത്രം തിരഞ്ഞെടുപ്പിന് കാത്തിരിക്കുന്നു, അപ്പുറത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇത് അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ അതിനുള്ള തന്ത്രങ്ങൾ സ്വാഭാവികമായും CPIM മെനയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സമ്മേളനത്തിൽ അതിലുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയാകും. മൂന്നാം ഊഴത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിന് അവരുടെ അടിസ്ഥാനം നല്ല ഭരണം എന്ന ആത്മവിശ്വാസത്തിനപ്പുറം ദുർബലമായ പ്രതിപക്ഷം എന്നതുകൂടിയാണ്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? സ്മൃതി, ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനകാലത്ത് അവരുടെ അനുഭാവികളെയും അണികളെയും ഒക്കെ ആവേശഭരിതരാക്കാൻ അധികാരം ഇതാ അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ഉദ്ബോധനം പാർട്ടി നേതാക്കൾ നടത്താറുണ്ട്. CPMൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്തിപ്പോൾ കൊടി ഉയർന്നല്ലോ. ഈ സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്നോ പാർട്ടി ആവിഷ്കരിക്കാൻ പോകുന്ന പദ്ധതികൾ എന്താണെന്നോ ഒരുപക്ഷെ ഈ പാനലിരിക്കുന്ന 4 പേർക്കെങ്കിലും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കാരണം ഒരു സൗരയൂഥത്തിനെ പോലെ കുറേ ഗ്രഹങ്ങൾ ചുറ്റും കറങ്ങുന്ന ഒരു സംവിധാനത്തിലേക്ക് CPM മാറിയ സ്ഥിതിക്ക് തുടർഭരണമാണ് ഞങ്ങളെ നയിക്കുന്നത്, ഭരണമാണ് വികാരം. അതാണല്ലോ ഈ സമ്മേളനത്തിൽ എപ്പോഴും കേൾക്കുന്നത്. ഭരണവികാരം എന്നുള്ളൊരു വികാരത്തിലേക്ക് CPM നേതാക്കൾ എത്തിയിരിക്കുകയാണ്. ആ വികാരം സാക്ഷാത്കരിച്ച് കിട്ടാൻ വേണ്ടി അവർ എന്താണ് ചെയ്യുക എന്നുള്ളത് അവരുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമേ പറയാവൂ. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നൊരു ലേഖനം എഴുതിയതിൽ കേരളത്തിലെ BJPക്ക് വഴക്കൂറുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് തുടരും നാളെ. അപ്പോൾ അതിലെന്തായാലും കേരളത്തിലെ വിഷയങ്ങളൊന്നുമില്ല. കേരളത്തിലെ വിഷയങ്ങളെന്ന് പറയാൻ കാരണം LDF അധികാരത്തിലെത്തിയിട്ട് ഇത്രയും കാലമായിട്ടും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ, തൃപ്തിയോടെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ CPMന് സാധിക്കാത്ത അവസ്ഥയാണ്. ഗോവിന്ദമാഷി സമ്മേളനകാലത്ത് ഉയർത്തിവിടുന്നത് കള്ള് കുടിയെപ്പറ്റിയും മദ്യപാനത്തെ പറ്റിയൊക്കെയാണ്. സമ്മേളനം ഒരു വലിയ വാർത്തയാകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടാവില്ല. ഒരു കാലത്ത് കേരളത്തെ പറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ശ്രീകുമാർ, മുസ്ലിം ലീഗിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ഒരു പുനർവിചിന്തനം നടത്തണം. കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ? ലീഗിനെ പോലുള്ള പാർട്ടികൾ ആലോചിക്കട്ടെ, കോൺഗ്രസിന് കൂടെ നിൽക്കണോ എന്നുള്ള കാര്യം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടിയാണോ കോൺഗ്രസ് എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. അതായത് അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ മൊത്തം BJPക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ കേരളത്തിലെ CPM ആ കോർ കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്നു. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി ആസേതു ഹിമാചലം BJPക്കെതിരെ പ്രസംഗിച്ച് നടന്നപ്പോൾ ഇവിടെ നമ്മുടെ ഏറ്റവും സീനിയറായ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നാട്ടിലുണ്ടായിരുന്നില്ല, അദ്ദേഹം വിദേശത്തായിരുന്നു. ആ പിണറായി വിജയനാണ് ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് വളക്കൂറുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന്. കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിന് ശേഷമല്ലേ CPM BJP ബന്ധം കൂടുതലായിട്ട് വ്യക്തമായത്? RSS നേതാവിനെ ADGP പോയി കണ്ട വിഷയം എത്രയോ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുമാത്രമല്ല, BJPയിലേക്കുള്ള CPMൻ്റെ ഭരണം ഒരു വികാരം എന്ന് ഞാൻ പറയാൻ കാരണം അവർ BJPയിലേക്കുള്ള ദൂരം കുറച്ചു കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസം ഗോവിന്ദമാഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അത് ഫാഷിസ്റ്റ് ഭരണമല്ല എന്നുള്ളത് അവിടെ നിൽക്കേണ്ടത് പണ്ട് അവർ പറയാറുണ്ട്. പക്ഷേ നരേന്ദ്രമോദി സ്വേച്ഛാധിപത്യ പ്രവണതയിലേക്ക് നീങ്ങുന്നതുള്ളൂ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സമ്മേളനകാലത്ത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർട്ടിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പഴയ കാലത്ത് CPM സമ്മേളനം നടക്കുമ്പോൾ ഒരുപാട് ആശയ സംഘടനകൾ, ഉയർന്ന നേതാക്കളുടെ വാദപ്രതിവാദങ്ങൾ, അതിശക്തമായ വിഭാഗീയത, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പാർട്ടിക്ക് വേണമെന്നല്ല പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആ പാർട്ടിയുടെ ഓരോ സമ്മേളനം കഴിയുമ്പോഴും ഓരോ തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം പാർട്ടി എടുത്ത ഒരു തീരുമാനവും നടപ്പാക്കാൻ പറ്റാത്ത പോയ ഒരു ഗവൺമെൻറ് ഒരു പാർട്ടിയാണിത്. അതുമാത്രമല്ല, LDF എന്തൊക്കെയാണോ പ്രകടന പത്രികയിൽ കൊടുത്തിരുന്നത് അതുപോലും നടപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഞാനിവിടെ ആവർത്തിക്കുന്നില്ല മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യരംഗത്തെക്കുറിച്ച്, വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച്, തൊഴിലില്ലായ്മയെക്കുറിച്ച്. ഈ കാര്യങ്ങളിൽ പാർട്ടി എന്തുകൊണ്ടാണ് ഇതുവരെ കൃത്യമായ നിലപാടുകൾ പറയാത്തത്? അവർ പറയുന്ന ജനത്തെ ചേർത്തുന്നത് എന്നാണ്. ഒപ്പം ഇപ്പോൾ പറയുന്നത് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നാണ്. അപ്പോൾ നവകേരളത്തിൻ്റെ ഇതുവരെയുള്ള വഴികൾ ഇവിടം വരെ എത്തി. 1957 EMS പൊക്കിപ്പിടിച്ച മുദ്രാവാക്യം ഭാവി കേരളം എന്നായിരുന്നു. ആ ഭാവി കേരളം ഈ 2025 എത്തിയിട്ടും നവകേരളത്തിൽ നിൽക്കുകയാണ്. നവകേരള സദസ്സിലേക്കുള്ള വഴികൾ നമ്മൾ കണ്ടതാണല്ലോ. അവിടെ നടത്തിയ CPM DYFI നടത്തിയ അതിക്രമങ്ങളും അതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള ക്രൂരത നമ്മൾ കണ്ടതാണല്ലോ.
പാർട്ടിക്ക് നിലപാടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നടക്കുമായിരുന്നോ? ആഭ്യന്തരം സുശക്തമായിരുന്നെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നടക്കുമായിരുന്നോ? ഭരണം പാർട്ടിയുടെ നേതാക്കളെയും ഗ്രസിച്ചിരിക്കുന്നു എന്ന് CPM-ൻ്റെ നേതാക്കൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ കണക്കാക്കേണ്ടത്? ഈ ഒരു പാർട്ടിയുടെ പ്രാദേശിക നേതാവടക്കം ഇന്ന് ഭരണതലത്തിലേക്ക് കൈകൾ കടത്തുമ്പോൾ നമ്മൾ എന്താണ് കണക്കാക്കേണ്ടത്? അതുമാത്രമല്ല, നുണ പറയുക എന്നുള്ളത് ഒരു ആയുധമാക്കിയ കാലത്താണ് ഈ സമ്മേളനം ചേരുന്നതെന്ന് ആലോചിക്കണം. ഈ സമ്മേളനത്തിൽ വാഴ്ത്തുപാട്ടുകളുടെ കാലമാണ് സ്മൃതി. അതായത് ക്യാപ്റ്റനായിട്ട് ആദ്യം വന്നു, പിന്നെ കാരണഭൂതനായിട്ട് വന്നു, പിന്നീട് ഈ നാടിൻ്റെ ഐശ്വര്യമായിട്ട് വന്നു, പിന്നീട് ഫീനിക്സ് പക്ഷിയായിട്ട് വന്നു. ഇത്തരത്തിൽ നമ്മൾ ഈ സമ്മേളനത്തിൽ ഏത് വിശേഷണമാണ് കേൾക്കാൻ പോകുന്നത്? അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നടക്കണമെന്നുണ്ടെങ്കിൽ ആശയ സംഘടനം ഉണ്ടാകണം. മുസ്തഫയ്ക്കും ആസാദിനും കൃത്യമായിട്ട് അറിയാം. ഒരു കാലത്ത് VS അച്യുതാനന്ദൻ വരെ അത് എതിർത്തിരുന്നു. പക്ഷേ പിണറായി വിജയൻ സെക്രട്ടറി ആയതിനു ശേഷമുള്ള കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു എന്ന് ഞാൻ കേട്ടത്, ഞാൻ നേരിട്ട് കേട്ടതല്ല, പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. നവകേരളത്തിൻ്റെ പുതുവഴികൾ ഞാൻ വായിച്ചിട്ടില്ലെന്നോ മനസ്സിലാക്കിയിട്ടില്ലെന്നോ. അപ്പോൾ ഇതാരാ തീരുമാനിച്ചത് ഈ പുതുവഴികൾ? പാർട്ടി പോളിറ്റ് ബ്യൂറോ അല്ലേ? പാർട്ടി കേന്ദ്ര കമ്മിറ്റി അല്ലേ? CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണെങ്കിൽ അതിൻ്റെ കേന്ദ്ര അംഗീകാരം വേണ്ടേ? ഇതൊന്നും ഇല്ലാതൊരു സമ്മേളനത്തിലേക്ക് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ദേശാഭിമാനിയിലെ പ്രവർത്തകർ എഴുതി കൊടുക്കുന്ന ഒരു ലേഖന പരമ്പരയുടെ ഭാഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കേരളത്തിലെ CPM ഇപ്പോൾ അവരെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് പഴയകാല കമ്മ്യൂണിസ്റ്റ് എത്തിക്സ്, ഓർഗനൈസേഷണൽ എത്തിക്സിൽ നിന്ന് അവർ വ്യതിചരിച്ചിരിക്കുന്നു. എന്താണ് ഓർഗനൈസേഷണൽ എത്തിക്സ്? അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരാളുടെ അഭിപ്രായത്തിനോട് വിലയില്ല. കൂട്ടായി തീരുമാനങ്ങൾ എടുക്കണം, അത് ശാസ്ത്രീയമാകണം. അങ്ങനെ ശാസ്ത്രീയമായ തീരുമാനമാണോ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പാലക്കാട് സമ്മേളനത്തോട്ട് നമ്മൾ കാണുന്നത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോട്ട് നമ്മൾ കാണുന്നത്? അവിടെ ആ പാർട്ടിയുടെ ബൗദ്ധിക തലം ഇടിഞ്ഞുപോയ കാരണം നമ്മൾ ഒരു വസ്തുത നമ്മൾ കണ്ടത് പാലക്കാട് സമ്മേളനത്തിലല്ലേ? അതേവരെ BJP-യിൽ നിന്നിരുന്ന ഒരു സുഹൃത്തിനെ വളരെ ഭംഗിയായിട്ട് ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ലേ? UDF-ൽ നിന്നുകൊണ്ട് ഒരു വ്യത്യസ്ത സ്വരം ശശി തരൂർ വിളിച്ചപ്പോൾ ശശി തരൂരാണ് ഞങ്ങളുടെ മാർഗദർശി എന്ന് ഈ പാർട്ടി പറഞ്ഞില്ലേ? ഇതൊക്കെ ആരാണ് പറഞ്ഞത്? AK ബാലൻ ആദ്യം തുടങ്ങി വയ്ക്കും. ഈ പാർട്ടിയെ ഈ സമ്മേളനകാലത്ത് എറണാകുളം സമ്മേളനകാലത്ത് തീരുമാനിച്ചിരുന്നുവോ AK ബാലനാണ് പാർട്ടിയുടെ കാര്യങ്ങളിൽ ആദ്യത്തെ അഭിപ്രായം പറയേണ്ട ആളെന്ന്? പാർട്ടി സെക്രട്ടറിയാണ് അല്ലെ ആദ്യത്തെ അഭിപ്രായം, ആദ്യത്തെയും അവസാനത്തെയും ഒരുപാട് വിഷയങ്ങൾ ഇവിടെ സർക്കാരിനെ വിമർശിക്കാനുള്ളപ്പോഴും ആ വിഷയങ്ങൾ കൃത്യമായി ഏറ്റെടുക്കാനും അതിന്മേൽ ഒരു വലിയ ഒരു പ്രക്ഷോഭത്തേക്ക് നീങ്ങാനും ഒക്കെ പ്രതിപക്ഷത്തിന് എത്രത്തോളം കഴിയുന്നുണ്ട്. ഇപ്പോൾ മലയോര ജാഥ നടത്തിയ ആ സമരത്തെ തന്നെ എത്ര പരിഹാസ്യമായിട്ടാണ് CPM അവതരിപ്പിക്കുന്നത്. ഒരു ജാഥ തുടങ്ങുമ്പോൾ വലിയ രൂപത്തിൽ അത് തുടങ്ങുന്നു എന്ന് പറയുന്നു, പിന്നീട് അത് എവിടെ എത്തി, എപ്പോൾ കഴിഞ്ഞു എന്നൊന്നും ആരും അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ള പരിഹാസമാണ് അവിടെ കേൾക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഐക്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നു ഹൈക്കമാൻഡ് ഒരുമിച്ച് നടക്കാൻ. അതിനുശേഷം ഒരുമിച്ചുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ സഭയിൽ കണ്ടു, ഇനി അങ്ങോട്ട് കാണുമെന്ന് പറയുന്നു. നമുക്ക് നോക്കാം. പക്ഷേ എത്രത്തോളം വിഷയങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ഇവിടെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. നമുക്ക് സ്മൃതി, പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം കൂടുതലായിട്ട് ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു. അവരുടെ മുഖമായിട്ട് പ്രതിപക്ഷം മാറിയിരിക്കുകയാണ്. ജനകീയ വിഷയങ്ങൾ ജനങ്ങളെ നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. അത് പ്രതിപക്ഷം നേരിട്ട് പറയേണ്ട കാര്യമല്ല. പഴയ കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്ത് ജനങ്ങളെ സമരസജ്ജരാക്കണം. ഇന്ന് സമരസജ്ജരായിട്ട് ജനങ്ങൾ സ്വയം വരികയാണ്. ഉദാഹരണം അവസാനത്തെ നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഇപ്പോഴത്തെ ആശാവർക്കർമാരുടെ സമരം. കേരളത്തിലെ ജനങ്ങൾ ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നതല്ലേ? ഏത് തൊഴിലില്ലായ്മയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഏറ്റവും ഊന്നൽ നൽകുന്നത് വ്യവസായ സംരംഭത്തെക്കുറിച്ച് അവർ പറഞ്ഞ കാര്യമാണ്. തൊഴിലില്ലായ്മ ഇത്രയും കൂടുമ്പോൾ വ്യവസായ സംരംഭം എന്ന് പറയുമ്പോൾ എന്തിനാണ് ജനങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യം? PSC ഒന്നും ചെയ്യാതെ നോക്കുകുത്തിയായിട്ടിരിക്കുമ്പോൾ എന്തിനാണ് ജനങ്ങളോട് എന്തെങ്കിലും പറയേണ്ട കാര്യം? നിത്യേന അമ്മമാർ കണ്ണീരൊടിക്കുമ്പോൾ എന്തിനാണ് ജനങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം? എരുതിയിൽ എണ്ണ ഒഴിക്കാനല്ല പ്രതിപക്ഷം കേരളത്തിലെ ഇന്നത്തെ ജനങ്ങൾ അവർ സ്വാഭാവികമായി വളർത്തിയെടുത്ത ഒരു സമരോത്സുകതയുണ്ട്. ആ സമരോത്സുകതയ്ക്ക് രൂപവും ഭാവവും കൊടുത്തുകൊണ്ടാണ് സ്മൃതി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ, അതായത് 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ 4 UDF ജയിച്ചു എന്നുള്ളതല്ലാണ്. അത് അവരുടെ സീറ്റാണ്. പക്ഷേ വൻ ഭൂരിപക്ഷം കരസ്ഥമാക്കിയത്. അത് മാത്രമല്ല, വയനാട്ടിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയുടെ അടക്കം കോൺഗ്രസിന്റെ ആളുകൾ മറ്റേ പ്രിയങ്ക ഗാന്ധി പ്രവർത്തിക്കുന്നതല്ലോ ഇവിടെ. പ്രതിപക്ഷമായി പ്രവർത്തിക്കുമ്പോൾ അത് മാത്രമല്ലല്ലോ വേണ്ടത്. ഇങ്ങനെ കൈയും കെട്ടിയിരുന്നാൽ ജനങ്ങൾ സമരവുമായി മുന്നോട്ട് പോയിക്കോളും, ഞങ്ങളതാ പുറകിലുണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാണ് 2021 നഷ്ടപ്പെട്ടത്. നോക്കൂ സ്മൃതി, ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലും അതുപോലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന UDF-ൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചുള്ള സമരമുണ്ട്.
അതായത് ഒറ്റ ബസ്സും കത്തിക്കാറില്ലല്ലോ, ഒരു ജീപ്പ് കത്തിക്കാറില്ലല്ലോ, ഒരു മനുഷ്യനെ കൊല്ലാറില്ലല്ലോ. അതാണ് സമരത്തിൻ്റെ മുഖമെന്ന് ഒരുപക്ഷെ സ്മൃതിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒറ്റ കാര്യം പറയാം. പ്രതിപക്ഷ നേതാവ് അസംബ്ലിയിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, പുറത്ത് UDF നേതാക്കൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, ഏതിലെങ്കിലും ഒരെണ്ണത്തിന് ഈ ഗവൺമെൻറ് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ഈ ചോദ്യം സ്മൃതിയിൽ നിന്നും ഉണ്ടാകുമായിരുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഇപ്പം നമ്മുടെ കേരളത്തിലെ UDF ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഒക്കെ ശരി തന്നെ. പക്ഷേ ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു പദ്ധതിയുടെ പേര് പറയാൻ ഒരുപാട് തവണയായി ഗവൺമെൻറ്റിനോട് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ഒരു പദ്ധതി പറയൂ, ഒന്നും അവർക്ക് പറയാനില്ല. അവർ പറയുന്നത് എന്താണ്? UDFൻ്റെ കാലത്ത് കൊണ്ടുവന്നതിനെ എതിർത്തതിനെ അതേപോലെ വിഴുങ്ങിയിട്ട് പറയുന്നത് ഇപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം എന്നതാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ സമ്മേളനം നടക്കുമ്പോൾ സ്മൃതി ആലോചിക്കുന്നുണ്ടോ ആ സമ്മേളനത്തിൽ എന്തെങ്കിലും ആശയപരമായ പ്രസംഗങ്ങൾ ഉണ്ടാകുന്നു? ഒന്നും നടക്കില്ല. പക്ഷേ മറന്നു പോകരുത്. അത് ശശി തരൂർ കൃത്യമായിട്ട് അതിനൊരു മറുപടി കൊടുത്തു. പക്ഷേ ആ മറുപടി അത് അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി ഞാൻ പറയുന്നത്. AICC ഒരു തീരുമാനമെടുത്തു. കേരളത്തിലെ CPM ശശി തരൂരിന് പറ്റിയ ശശി തരൂർ എഴുതിയ ലേഖനത്തെ പിടിച്ച് കോൺഗ്രസിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ചടുലമായൊരു തീരുമാനമെടുത്തു. സാധാരണ AICC അപൂർവമായ ചടുലമായ തീരുമാനം എടുക്കാറുള്ളൂ. ഒന്ന് ഉമ്മൻചാണ്ടിക്ക് പ്രചരണ കമ്മിറ്റി ചെയർമാൻ കൊടുത്ത ഒരു കാലഘട്ടമാണ്. മറ്റേത് ഇതാണ്. 2 ദിവസം കൊണ്ട് കേരളത്തിലെ CPMൻ്റെ മുന്നിൽ ഒടിച്ചു എന്ന് മാത്രമല്ല, അസ്വസ്ഥമായിരുന്ന അമ്പരപ്പിലായിരുന്ന കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അണികളെ ആവേശഭരിതരാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലേ? ശശി തരൂർ അദ്ദേഹത്തിൻ്റെ തിരുത്തു വരാൻ ഒരു പത്രത്തിൽ വന്ന ലേഖനം ആധാരമാക്കിയത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിനൊപ്പം നിൽക്കണമെന്നുള്ള പൊതുവികാരം മനസ്സിലാക്കിയത് കൊണ്ടും CPM ഇതാ തന്നെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടുമാണ്. അദ്ദേഹം ഷെയർ ചെയ്തത്. പക്ഷേ നേരത്തെ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി CPM അവിടെ പറയുന്നുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.